السلام عليكم ورحمة الله. كيف حالكم وشخباركم وعساكم طيبين. أحباء المشتركين والمشاهدين، مرحبا بكم إلى قناتي تعلم العربية مع فيزي. ലേൺ അറബിക് വിത്ത് ഫൈസിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കയറിയിട്ട് വന്നിട്ട് ഇറങ്ങിയിട്ട് പോയിട്ട് നോക്കിയിട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ടീ വെച്ച് നമ്മൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഒരു കാര്യത്തിന് ശേഷം ഇന്ന കാര്യം ചെയ്യാം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശം. അപ്പോൾ അതെങ്ങനെയാണ് അറബിയിൽ സ്പോക്കൺ അറബിയിൽ പറയാന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ചില ഉദാഹരണങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് ബാക്കിയൊക്കെ പറയേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ആ ഉദാഹരണങ്ങൾക്ക് അപ്പുറം നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഒന്നാമത്തെ ഒരു ഉദാഹരണം, അവൻ വന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അവൻ വന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അപ്പോൾ അവൻ വന്നതിന് ശേഷമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നിട്ട് എന്നുള്ളൊരർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. അതിനെ ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഇതാ എന്ന വാക്കാണ്. ഇതാ. ഓക്കെ, ഇതാ നമ്മൾ ഇഫ് എന്നുള്ളൊരു മീനിങ് ഉണ്ടല്ലോ, ഇഫ് ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഒരു ക്ലോസ് വെച്ചിട്ട് പറയുന്ന സെൻറ്റൻസുകൾ. അപ്പോൾ അതിന് അറബിയിൽ ഇതാ എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഇതയുമായി ബന്ധപ്പെട്ട് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ലമ്മ ഇതെന്നൊക്കെ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാ എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക. മറ്റൊരു ഉപയോഗിക്കാൻ പറ്റുന്ന വാക്ക് ഹല്ലി എന്ന വാക്കാണ്. ഹല്ലി നമ്മൾ പറയാം, ഹല്ലി ഒല്ലി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അല്ലെങ്കിൽ ഹല്ലീനി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിന് കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ലെറ്റ് മീ ഡു ഇറ്റ് അല്ലെങ്കിൽ ലെറ്റ് ഹിം ഡു ഇറ്റ്, അവനത് ചെയ്യട്ടെ ഇവൻ ചെയ്യട്ടെ എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി, ആ ഒരു അർത്ഥം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഹല്ലി എന്ന വാക്ക്. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ച് പറയാം. പക്ഷേ എല്ലാ സമയത്തും ഒരേ വാക്ക് തന്നെ ഉപയോഗിക്കാൻ കഴിയില്ല, ചിലപ്പോൾ മാറി മാറി ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിന് നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഉദാഹരണം എന്തായിരുന്നു, അവൻ വന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നാണ്. ഓക്കെ, അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ അവൻ വരണം. അപ്പോൾ അവിടെ നമ്മൾ ഇതാ എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇതാ ജാ അവൻ വന്നാൽ നറൂഹ് മുസ്തഷ്ഫ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നാണ്. നറൂഹ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാം എന്ന അർത്ഥമാണ് അവിടെ. ഓക്കെ, അപ്പോൾ ഇതാ ജാ നറൂഹ് മുസ്തഷ്ഫ, ഇതാ ജാ നറൂഹ് മുസ്തഷ്ഫ അല്ലെങ്കിൽ അൽ മുസ്തഷ്ഫ ഒരാൾ ചേർത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പറയാവുന്നതാണ്. ഇദാ ജാ നറൂഹൽ മുസ്തഷ്ഫ, അവൻ വന്നാൽ എന്ത് ചെയ്യാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്നാണ് എൻ്റെ അർത്ഥം. അവൻ പോയിട്ട് ഞാൻ വരാം, അവൻ പോയാലേ ഞാൻ വരുള്ളൂ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അവൻ പോയിട്ട് ഞാൻ വരാം എന്ന് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതാ വെച്ചിട്ട് തന്നെ പറയാം. ഓക്കെ, ഇദാ റാഹ് ബജി എന്നാണ്. ഇദാ റാഹ് ബജി. ഓക്കെ, ഇദാ റാഹ് എന്ന് പറഞ്ഞാൽ അവൻ പോയാൽ എന്നർത്ഥം. ഓക്കെ, അവൻ പോയാൽ ബജി എന്ന് പറഞ്ഞാൽ ഞാൻ വരും എന്നർത്ഥം, ഐ വിൽ കം. ഓക്കെ, അപ്പോൾ ഇദാ റാഹ് ബജി, അവൻ പോയാൽ ഞാൻ വരാം അല്ലെങ്കിൽ അവൻ പോയാലേ ഞാൻ വരൂ എന്ന അർത്ഥത്തിലാണ് അവിടെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇദാ ജാ ബജി. ഓക്കെ, ഇദാ ജാ ബജി. ഇനി അവൻ ഇറങ്ങിയിട്ട് നമുക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ അവൻ കയറിയിട്ട് നമുക്ക് കയറാം. ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് പറയാം. ഓക്കെ, അപ്പോൾ ഇറങ്ങുക കയറുക എന്നുള്ളതിന്, ഇറങ്ങുന്നു എന്നുള്ളതിന് നസല എന്ന വാക്ക പറയാം. നസല എന്ന് പറഞ്ഞാൽ ഇറങ്ങി. ഓക്കെ, യൻസിൽ എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്നു എന്നാണ്. ഓക്കെ, യെസ്. ഇനി കയറുക എന്നുള്ളതിന്, വാഹനത്തിൽ കയറുക എന്നുള്ളതിന് റക്കിബ എന്ന വാക്കാണ് ഉപയോഗിക്കുക. റക്കിബ. ഓക്കെ, കയറുന്നു എന്നുള്ളതിന് ഇർക്കബ് എന്ന് പറയും. അപ്പോൾ ആദ്യം എന്ത് പറയാം, അവൻ ഇറങ്ങിയിട്ട് നമുക്ക് ഇറങ്ങാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവിടെയും ഹല്ലി വെച്ചിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഹല്ലി യിൻസിൽ അവൽ, ഹല്ലി യിൻസിൽ അവൽ, ഹല്ലി യിൻസിൽ അവൽ, അവൻ ആദ്യം ഇറങ്ങട്ടെ. വനിൻസിൽ ബാദൈൻ, അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഇറങ്ങാം. ഹല്ലി യിൻസിൽ അവൽ, അവൻ ആദ്യം ഇറങ്ങട്ടെ. നിൻസിൽ ബാദൈൻ, അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഇറങ്ങാം. ഇല്ലെങ്കിൽ വേറെ രീതിയിൽ എങ്ങനെ പറയും, കുറച്ചുകൂടി കട്ട് ഷോർട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം നിൻസിൽ ബാദ, നിൻസിൽ ബാദ, അവന് ശേഷം നമുക്ക് ഇറങ്ങാമെന്ന് പറയാം. നിൻസിൽ ബാദ. ഓക്കെ, അവന് ശേഷം നമുക്ക് ഇറങ്ങാം. ഓക്കെ, അതായത് അവൻ ഇറങ്ങിയിട്ട് നമുക്ക് ഇറങ്ങാം എന്നുള്ളതിന് ഒന്നൊരു കട്ട് ഷോർട്ടായിട്ട് അവന് ശേഷം നമുക്ക് ഇറങ്ങാം എന്ന അർത്ഥത്തിൽ പറഞ്ഞാൽ മതി. എങ്ങനെ, നിൻസിൽ ബാദ. ഓക്കെ, ഇനി മറ്റേ രീതിയിലും പറഞ്ഞാലും ഓക്കെയാണ്. ഹല്ല് ഹിൻസിൽ അവൽ, അവൻ ആദ്യം ഇറങ്ങട്ടെ, വനിൻസിൽ ബാദ, എന്നിട്ട് നമുക്ക് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ നിൻസിൽ ബാദ, അവന് ശേഷം നമുക്ക് ഇറങ്ങാം, അതായത് അവൻ ഇറങ്ങിയിട്ട് നമുക്ക് ഇറങ്ങാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അവൻ കയറിയിട്ട് നമുക്ക് കയറാം
എന്നും ഇതേ രൂപത്തിൽ തന്നെ. ഒന്നാമത്തെ എങ്ങനെ ഹല്ലി വെച്ചിട്ട് പറയാം. ഖല്ലിഹി യർകബ അവൽ, അവൻ ആദ്യം കയറട്ടെ. വനിർകബ് ബഅദൈൻ, വനിർകബ് ബഅദൈൻ, അതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഇറങ്ങാം. ഖല്ലിഹ് യർകബ് അവൽ, അവൻ ആദ്യം കയറട്ടെ, എന്നിട്ട് വനിർകബ് ബഅദൈൻ, വനിർകബ് ബഅദൈൻ. അപ്പോൾ നിർകബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനം ബു ആണ്, ബഅദൈൻ്റെ തുടക്കത്തിലും പിന്നെ ബായാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ടും നമുക്കിങ്ങനെ ചേർത്ത് ആയിരിക്കും പറയാം. വനിർകബ് ബഅദൈൻ, വനിർകബ് ബഅദൈൻ എന്ന രൂപത്തിൽ പറയാം. ഇനി അല്ലെങ്കിലോ നേരത്തെ പറയാം, രണ്ടാമത്തെ രീതി പറയാം. നിർകബ് ബഅദ, അവന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് കയറാം എന്നർത്ഥം. നിർകബ് ബഅദ എന്ന രൂപത്തിലും നമുക്ക് പറയാവുന്നതാണ്. ഇനി അവൻ തിന്നിട്ട് നമുക്ക് തിന്നാം, അല്ലെങ്കിൽ അവൻ കുടിച്ചിട്ട് നമുക്ക് കുടിക്കാം. ഇതെങ്ങനെയാണ് പറയാം? ഇത് ഈ പറഞ്ഞ പോലെ രണ്ട് രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്. ഒന്നാമത്തെ എങ്ങനെയാണ്, പിന്നെ തിന്നുക കുടിക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. റെഫറൻസിന് വേണ്ടി നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. ഓക്കെ, അപ്പോൾ അവൻ തിന്നിട്ട് നമുക്ക് തിന്നാം എന്ന് പറയുമ്പോൾ എന്താണ്, ഖല്ലി വെച്ചിട്ട് ആദ്യം പറഞ്ഞു നോക്കാം. ഖല്ലി യാകുൽ അവൽ, ഖല്ലി യാകുൽ അവൽ, അവൻ ആദ്യം തിന്നട്ടെ. വനാകുൽ ബഅദൈൻ, അതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് തിന്നാം എന്നാണ്. ഖല്ലി യാകുൽ അവൽ, അവൻ ആദ്യം തിന്നട്ടെ. വനാകുൽ ബഅദൈൻ, അതിന് ശേഷം നമുക്ക് തിന്നാം. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് പറയാം, നാകുൽ ബഅദ, നാകുൽ ബഅദ, അവന് ശേഷം നമുക്ക് തിന്നാം. അതായത് അവൻ തിന്നതിന് ശേഷം നമുക്ക് തിന്നാമെന്നാണ് അതിൻ്റെ അർത്ഥം. നാകുൽ ബഅദ. ശരി, ഇനി അവൻ കുടിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അവൻ കുടിച്ചിട്ട് നമുക്ക് കുടിക്കാം എന്നിങ്ങനെ പറയാം. ഖല്ലി യശ്റബ് അവൽ, ഖല്ലി യശ്റബ് അവൽ, അല്ലെങ്കിൽ ഖല്ലി യശ്റബ് അവൽ, അവൻ ആദ്യം കുടിക്കട്ടെ. വനിഷ്റബ് ബഅദൈൻ, വനിഷ്റബ് ബഅദൈൻ, അതിന് ശേഷം നമുക്ക് കുടിക്കാം. ഖല്ലി യശ്റബ് അവൽ വനിഷ്റബ് ബഅദൈൻ. ഓക്കെ, ഇല്ലെങ്കിലോ നിഷ്റബ് ബഅദ, അവന് ശേഷം നമുക്ക് കുടിക്കാം എന്ന അർത്ഥത്തിലും പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് രൂപത്തിലുമാണ് ഇത് പറയാം. മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് മുദീറിനെ കാണാം, അല്ലെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് മുദീറിനോട് സംസാരിക്കാം. അത് എങ്ങനെയാണ് പറയുക? ചിലപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് ചിലപ്പോൾ ആവശ്യം വരുന്ന കാര്യമായിരിക്കും. ഓക്കെ, അത്യാവശ്യമായിട്ട് മുദീറിനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ മീറ്റിങ്ങിലായിരിക്കും. ഇപ്പോൾ നമ്മൾ പിന്നെ കൂടുതലുള്ളവർ പറയേണ്ട ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും മുദീറിനോട് സംസാരിക്കാം, അല്ലെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് മുദീറിനെ കാണാം എന്ന അർത്ഥത്തിൽ. ഓക്കെ, അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്നുള്ളതിന് ഇവിടെ നമുക്ക് ഇതാ വെച്ച് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മുദീറിനോട് സംസാരിക്കാം എന്ന രൂപത്തിൽ. ആ മീറ്റിംഗ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞു എന്നുള്ളതിന് ഇൻതഹ എന്ന് പറയാം. ഇൻതഹ, ഇൻതഹ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ ഇദൻതഹ അൽ ഇജ്തിമാ, ഇജ്തിമാ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ്. അപ്പോൾ ഇദൻതഹ അൽ ഇജ്തിമാ, ഇദൻതഹ അൽ ഇജ്തിമാ, മീറ്റിംഗ് കഴിഞ്ഞാൽ നശൂഫുൽ മുദീർ, നശൂഫുൽ മുദീർ, നമുക്ക് മുദീറിനെ കാണാം. അല്ലെങ്കിൽ നഖല്ലമൽ മുദീർ, നമുക്ക് മുദീറിനോട് സംസാരിക്കാം എന്നാണ്. ഓക്കെ, ഇദൻതഹ അൽ ഇജ്തിമാ, ഇദൻതഹൽ ഇജ്തിമാ, മീറ്റിംഗ് കഴിഞ്ഞാൽ നശൂഫുൽ മുദീർ, നമുക്ക് മുദീറിനെ കാണാം. ഇല്ലെങ്കിൽ നഖല്ലമൽ മുദീർ, നമുക്ക് മുദീറിനോട് സംസാരിക്കാം എന്നാണ് പറയാം. അപ്പോൾ ഒരു കാര്യം സംഭവിച്ചിട്ട് ഇന്ന കാര്യം ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തിട്ട് മറ്റൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ ആ ഒരു എന്നുള്ളൊരു ആ ഒരു ക്ലോസ് ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് നമുക്ക് പറയാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെറിയ ഉദാഹരണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇനിയും നേരത്തെ സൂചിപ്പിച്ച പോലെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. മഅസ്സലാമ.